ഞാനിപ്പോൾ ഇവിടുന്ന് മാറിയിട്ട് ഒരു 8-9 വർഷത്തോളമായി. ഈ 9 വർഷം മുമ്പ് ഒരു 5-8 വർഷത്തോളം ഞാൻ സ്ഥിരം എൻ്റെ അച്ഛനെ ആശുപത്രിയിലായിരുന്നു. കൂടി വന്ന ഒരു 10-24 ദിവസം എനിക്ക് വീട്ടിൽ അച്ഛനെ താമസിക്കാൻ പറ്റും. പിന്നെ ഒരു 4 ദിവസം അച്ഛനെ ഓക്സിജൻ കയറ്റിയിടണം. ഇങ്ങനെ സ്ഥിരം പരിപാടി ഒരു വർഷങ്ങളോളം ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം ഗതികെട്ടാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് വിട്ടുപോയത്. ഈ നാട്ടിൽ നിന്ന് വിട്ടുപോയി ഞാൻ വേറൊരു വീട് ഒരു കണക്കിന് എല്ലാം വിറ്റുപറക്കി, വേറെ സ്വർണ്ണം എല്ലാം വിറ്റുപറക്കി ഒരു വീട് വെച്ചു. അവിടെ താമസിപ്പിന് എൻ്റെ അച്ഛനെ ഒരൊറ്റ ദിവസം പോലും ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല. അതാണ് എൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ കമ്പനിയുടെ ഈ മതിലിനോട് ചേർന്നാണ് ഒരു ടാങ്ക് ഉള്ളത്. നിങ്ങളിതിപ്പോൾ ക്യാമറ തിരിച്ചു കാണാൻ പറ്റും. ഈ ടാങ്ക് പണ്ട് ഇവിടെ പൊട്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് 5 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ വീട് കണ്ടത്. ഈ രാത്രിയിൽ മുഴുവനും ഞങ്ങൾ ഓടി, ഏതൊക്കെ വഴിക്കൊക്കെ ഓടിയെന്നറിയാമോ? അവസാനം ഞങ്ങളുടെ വളരെ പ്രായമുള്ള 2 വല്യമ്മമാർ ഈ മതിൽ കുത്തി തുറന്ന് അവർക്ക് ഓടാൻ പറ്റിയത്. അതുപോലെ സാഹചര്യം ചേട്ടാ, അപ്പോൾ നിങ്ങൾ ഈ നിയമപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം? ഈ സമരവും പ്രതിഷേധമൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? മുന്നോട്ട് പോകുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ സാറ് ഇവിടെ പറഞ്ഞല്ലോ, അങ്ങോട്ട് അകത്തേട്ട് വീഡിയോ എടുക്കരുത്. നിങ്ങളിത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇവരുടെ ക്രൂഡ് ഓയിലും അതായത് പെട്രോളും ഡീസലും പോണ ഇത് എന്താ വെച്ചാൽ അത്രയും റോഡിൽ നിന്ന് ഒരു പടക്കം എറിഞ്ഞാൽ കത്ത് പിടിക്കുന്ന രീതിയിലാണ്. എന്നിട്ടാണ് ഇവർ വലിയ സുരക്ഷ പറയുന്നത്. ഇത് അപ്പുറം ചെന്ന് നോക്കി ഇവരുടെ മതിൽ പൊളിഞ്ഞെടുക്കണം കാണിച്ചു തരാം. യാതൊരു സുരക്ഷയില്ല. മുമ്പിൽ മാത്രമാണ് ഇവർ സുരക്ഷയുള്ളൂ. ബാക്കിയുള്ള സുരക്ഷ എന്ന് പറഞ്ഞാൽ ഇവർ കള്ളത്തരാണ്. സേഫ്റ്റി അവാർഡ് വാങ്ങിക്കുന്നതും ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഗ്രീൻ ട്രൈബ്യൂണൽ 2 കോടി പിഴ ഇവർക്ക് ഇട്ടത്. ഈ 2 കോടി പിഴ ഇട്ടിട്ടും അതിനെ നിയമപരമായിട്ട് ഇവർ കള്ളത്തരത്തിലൂടെ നേരിടണേ. എന്നുവെച്ചാൽ അവിടെ ഇവിടെ 2 മരം വെച്ചിട്ട് പിന്നെ നിയമപരമായിട്ടുള്ള നേരിടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ഇവർ തിരുത്തിയാണ് കൊടുക്കണം. ഞങ്ങളിവിടെ മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കോടതിയിൽ ഞങ്ങളാണ് ഹാജരാകുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ 16-ാം വാർഡിൽ നിങ്ങളിപ്പോൾ വന്നപ്പോൾ നല്ല മണമില്ലേ, ഇത് ഇത്ര ദുർഗന്ധം രാത്രി സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ വാർഡിൽ നടത്തിയ മെഡിക്കൽ റിപ്പോർട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7-ാം വാർഡിൽ നടത്തിയിട്ട് അത് തിരുത്തി കോടതിയിൽ കൊടുത്തു. അത് ഞങ്ങൾ കളക്ടറേറ്റിൽ ഞങ്ങൾ പ്രസിഡൻറ്റും എല്ലാം കൂടി ചോദ്യം ചെയ്ത് ഇപ്പോൾ കളക്ടർ പറഞ്ഞതെന്നാണെന്നറിയാമോ, അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. പിന്നെ മലിനീകരണത്തെ കുറിച്ച് പറയുന്ന പുള്ളി വയറ്റിലെ ആണെങ്കിലും ഇത് ഉണ്ടാവില്ല എന്ന് പറയണേ. കൊച്ചിന് ഇപ്പോൾ 20 വയസ്സുണ്ട്. അവന് ജനിച്ചപ്പോൾ മുതലേ അവന് ശ്വാസം മുട്ടായിട്ട് മരുന്നിന് കൊണ്ടുപോകണതാണ്. പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ റോഡ് മുറിച്ച് പാലോട്ടക്കണ കണ്ട, ഈ കമ്പനിയുടെ അകത്തേക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കടക്കാനുള്ള വഴികളത് ഒന്നല്ല. അവിടെ ആ കുഴിക്കാട് ആ ഭാഗത്തുണ്ട്, ഒന്ന് ഇപ്പോൾ ഈ താഴെ പാലത്തിൻ്റെ അവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇതിൻ്റെ അടിക്കടെ പൈപ്പുകൾ പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ പൈപ്പുകൾ പോയിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഞങ്ങൾ ഡെയിലി പന്തംകുളത്ത് ചെയ്യണത്, എന്തെങ്കിലും ഒരു തീപ്പൊരി വീണിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഇവരുടെ പുകയല്ല, ഇവരുടെ കുഴലല്ല ഒന്നാണ് അവർ പറയണത്. അപ്പം ഞങ്ങൾ ഈ അയ്യൻകുഴിക്കാർ കുറച്ച് വീട്ടുകാർ മാത്രമേ പടക്കുള്ളൂ. 42 വീട്ടുകാരിൽ ഇപ്പോൾ 1/4 ആൾക്കാർ ഇവിടെ നിന്ന് പോയി. വിഷുവിന് പടക്കം പൊട്ടിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇവർക്ക് ഇപ്പം തന്നെ മഴ പെയ്തപ്പോൾ നിങ്ങൾക്ക് സ്മെല്ലടിച്ചില്ലേ? ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പം കലക്ടർ ഉത്തരവ് വിട്ട് പൊല്യൂഷൻ ടെസ്റ്റ് നടത്തി. ആ സമയത്ത് എനിക്ക് COPD എന്നുള്ള രോഗം ഉണ്ടായില്ല. പക്ഷെ ഇപ്പം ഈ 2 മാസമായിട്ട് ഡെയിലി പുകയും രാത്രിയും പകലും പുക ഉണ്ട്. ഇപ്പം എനിക്ക് ഈ പനി വന്നിട്ട് ആ പനി മാറാതെ വന്ന് 2ാമത് ടെസ്റ്റ് ചെയ്ത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ സംഭവം എനിക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോരുത്തർക്കും വരാൻ പോകുന്നത്. ഇതെന്താ അവരും കൊണ്ട് മനസ്സിലാക്കാത്തത്? ഞങ്ങൾക്ക് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്, അത് ഇവർക്ക് നടപ്പിലാക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ ചോദിക്കണുള്ളൂ. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. ഹൈക്കോടതി ഉത്തരവിട്ടേക്കണം, നടപ്പിലാക്കണം. അത് കളക്ടറും മനസ്സിലാക്കണമെന്ന് ഞാൻ പറയണത്. അല്ലെങ്കിൽ ഇവർ വന്ന് ഇവിടെ താമസിക്കട്ടെ, അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. 10 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. 7000 രൂപ തൊട്ട് വരെ ഞങ്ങൾ വാടക കൊടുക്കുന്നുണ്ട്. എൻ്റെ കൊച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടലായിരുന്നു ഇവിടെ ജനിച്ചപ്പോൾ തൊട്ട്. ഇവിടെ രാത്രി കൊച്ചിന് ശ്വാസം മുട്ട് കൂടിയിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മാറിക്കോളാൻ പറഞ്ഞു വിടുന്നു. എന്നിട്ട് അന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോയതാണ്. കൊച്ചിനിപ്പോൾ 10 വയസ്സാവാൻ പോകുന്നു. 1 വയസ്സിന് മുമ്പാണ് ഞങ്ങൾ പോയത്. തന്നെയല്ല ഭീമമായിട്ടുള്ള വാടകയാണ്. പറ്റുന്നില്ല. ഞങ്ങൾക്ക് 7 വർഷമായി ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇതറിഞ്ഞുകൊണ്ട് മാത്രം വന്നതാണ്.